ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ വ്ളോഗാണിത്. നമ്മൾ മലയിൽ വന്നിരിക്കുകയാണ്. നമ്മൾ മലയിലാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മലയിലെ വിശേഷങ്ങൾ കാണാം. എനിക്ക് ഈ മലയിലൊന്നും പോയി ശീലമില്ലാത്തതുകൊണ്ട് തന്നെ ഇപ്പം പറഞ്ഞ വഴിയിലൂടെയാണ് നമ്മൾ കയറിപ്പോണത്. ശരിക്കും ഇങ്ങോട്ട് പോകാനുള്ള വഴി ഇതൊന്നുമല്ല. ശരിക്കുള്ള വഴി വരുന്നത് അമ്പലത്തുങ്ങൽ ഭാഗത്ത് കൂടെയാണ്. നല്ല വൈബുള്ള ഒരു സ്ഥലമാണ്. മേത്തലെത്തിയാൽ എന്തെങ്കിലും വ്യൂ ഒക്കെ ഉണ്ടോ നമുക്ക് കാണാം. ഇവിടെ കോറിയൊക്കെ ഉണ്ട്, കാണിച്ചുതരാം. ഇവിടെ കോറിയാണ് ഗൈസ്, ഉണ്ടോ? കോറിയാണ്. കോറിയമ്മ അത് കോറിയാണോ അറിയില്ല കേട്ടോ, പക്ഷെ രസമുണ്ട് സ്ഥലം. അതിർക്കാട്ടിലെ മല എന്നാണ് ഇതിനെ പറയുന്നത്. ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. ഇപ്പം മുന്നിൽ പോയിട്ടുണ്ട്, എവിടെയാണെന്ന് നമുക്കറിയില്ല. ഫോറസ്റ്റിലാണ് ഗൈസ്. നമ്മൾ ഓമ്പില്ല അതൊക്കെ എന്താ പറയാനുള്ളൂ. ചക്ക ബ്ലോക്ക് ചെയ്ത് കാട് തുടങ്ങി, ഉമ്മന്റെ ദുആ തുടങ്ങി. ഇനി നമുക്കിവിടെ ഇത് കയ്യിന് വരെ കുറെ മൊത്തം മൂതി തീർക്കും അല്ലമ്മ. ഇതോ ചെല്ലിയാണ്, അതാണ് മിണ്ടാതിരിക്കുന്നത്. നോക്കട്ടെ, മതി നിങ്ങളെ കാണിക്കും. അതിനൊരേ ഒരാൾ ഇപ്പയാണ് ഗൈസ്. ഇപ്പൊ മുന്നിൽ പോയി, ഒന്നും കൂടിയില്ല. നമ്മൾ ശരി ബേക്കിലാണ്. ഇപ്പടെ ഉള്ളിലുണ്ട്. ഞാനപ്പോ ബേക്കില്. നല്ലൊരു മോഡൽ ബൈക്കുകളാണ് ഗൈസ്. ഇതേത്താന്ന് അറിയൂല ഉച്ചനെ. കുടിവെള്ളത്തിന്റെ പൈപ്പാണ് ഏത് കുടിവെള്ളമൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഏടാ കിണറേടാന്ന് വെച്ചാൽ ഒട്ടുപാൽ. നമ്മളിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നതല്ല നമ്മൾ വഴിയിലേക്ക് നമ്മളെ പറമ്പിലേക്ക് വരാനുള്ള എക്സാക്ട് വഴി എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഇച്ചിരി അഡ്വഞ്ചർ വൈബ് പിടിച്ചതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കാട്ടിലൂടെ ഒക്കെ കയറി വരുന്നതെന്ന് തോന്നുന്നു. വേറെ വഴിയുണ്ട്, ഞാൻ കാണിച്ചതേ. ദുനിയാവിൻ്റെ അക്കരെ കൂടെ കൊണ്ടുപോയി എന്നുള്ള പരാതിയാണ് ഉമ്മ ഇപ്പോൾ പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അമ്മ ഇതേട്ടാണിത് എന്ന് നമുക്കറിയില്ല. ഫുള്ള് കാടാണ് ഇവിടെ വൈകില്ല. അതിലൂടെ കയറാൻ നോക്കി നടുക്ക് ഇത് അഡ്വഞ്ചർ കോമഡി യാത്രയാണ്. വെള്ളാരങ്കലൊക്കെ ഉണ്ട്, കാലിലൊക്കെ നോക്കണം. ഈ തുണ്ട് മുതൽ അതൊക്കെ അങ്ങോട്ട് കാണുന്നതൊക്കെ നമ്മളെ സ്ഥലമാണ് മീസ്. ബാങ്ക് കേൾക്കില്ലേ? താഴത്തുനിന്ന് ഈ വരമ്പ്, പിന്നെ അതാടെ അവിടം വരെ, എവിടെയാണ് അവിടെ ഈ സ്ഥലം വരെ നമ്മളെ സ്ഥലമാണ്. ഇവിടം വരെ ഇരിക്കും ഈ അതിരി ഭാഗത്ത്. 70 സെൻറ്റ് സ്ഥലമാണ് മൊത്തമുള്ളത്. അപ്പോൾ വാങ്ങാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾ താഴെ കൊടുത്ത നമ്പറിൽ DM ചെയ്യുക. ഇത് പള്ളി കാര്യങ്ങൾ ഒക്കെ ഉണ്ട്, കുറച്ച് താഴത്താണ്. വേറെ വഴി ഞാൻ കാണിച്ചു തരണം. അപ്പോൾ ഇത് നമ്മൾ വിൽക്കുകയാണ്. അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു. റബ്ബർ, തെങ്ങ്, പ്ലാവ്, മാവ്, വേറെന്തമ്മ ഈട്ടി, അതൊക്കെ ഇവിടെ ഉണ്ട്. മഹാഗണി ഉണ്ട് എന്നാണ് പറയുന്നത്. ഏതാ മഹാഗണി വെച്ചറിയില്ല. ഇതൊക്കെ റബ്ബറാണ്. റബ്ബർ പാലൊക്കെ എടുക്കുന്ന റബ്ബറാട്ടോ. വെട്ടാറുണ്ട്, മീൻസ്
മനസ്സിലായില്ലേ? പാറയൊക്കെ കിട്ടും. നമ്മളിപ്പോ ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുന്നതാണ് കയറി വേണ്ട റോഡ് എന്ന് പറയുന്നത്. ഇതാണ് വഴിയുണ്ട്. റോഡ്. യെസ്, ഇതാണ് നമ്മുടെ സ്ഥലത്തേക്കുള്ള റോഡ് എന്ന് പറയുന്നത്. പുല്ല് നിറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ. നമ്മളെപ്പോഴൊന്നും വരാറില്ല, ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരും. ഒക്കെ വെട്ടി പുല്ലൊന്നും വെട്ടില്ല, എപ്പോഴെങ്കിലും പുല്ല് വെട്ടും. പോകുമ്പോ പിന്നെ നമുക്ക് ഇതില്ലേ, എന്താ പറയാ, റബ്ബറൊക്കെ വെട്ടാനാവുമ്പോ ഒക്കെ വരലുണ്ട്. അങ്ങനൊക്കെയാണ് ഇവിടെ വരല്. നമ്മൾ കാണാൻ പോകുന്നത് പാറക്കോറിയാണ്. നമ്മൾ കോറി, നമ്മളെ കോറിയല്ല, ആരോ കോറിയല്ലമ്മ, നമ്മളെ കോറിയല്ല, നമ്മളെ സ്ഥലത്തിനകത്തുള്ള കോറിയാണ്. ഞാൻ കാണിച്ചത് ഇതാണ് കോറി. കണ്ടോ, നല്ലൊരു വൈബ് കോറിയാണ്. ഇതൊന്നും ഇപ്പൊ യൂസ് ചെയ്യല്ലായിരുന്നു അല്ലേ? പ്രവർത്തനം നടക്കാത്ത കോറിയല്ലേ? പണ്ട് പ്രവർത്തിപ്പിച്ചിരുന്നു, ഇപ്പം പ്രവർത്തിപ്പിക്കുന്നില്ല. ഇതൊരു കോറിയാണ്. ഇതൊക്കെ നല്ല വൈബാട്ടോ, അതൊക്കെ നല്ല വൈബാണ് സംഭവം. എന്റെ ചെരുപ്പ് നേരങ്ങും, ഇങ്ങോട്ട് പോകുന്നില്ലേ? എന്റെ ചെരുപ്പ് നേരങ്ങുന്ന ഒരു ചെരുപ്പായതുകൊണ്ട്. ഇതൊക്കെ കരിങ്കല്ലമ്മ, കരിങ്കല്ല് ഒരു വയ്യാണിത്. ഇതാണ് ശരിക്കും നമ്മൾ കയറി വരേണ്ട വയ്യ. നമ്മൾ നേരത്തെ ഒരു അഡ്വഞ്ചർ ആക്കിയാണ്ട് ഇപ്പൊ നമ്മൾ കൊണ്ടുവന്നാണ് അപ്പുറത്ത് കൂടെ. അതല്ല ശരിക്കുള്ള വയ്യ, ഇതാണ് ശരിക്കും നമ്മൾ വരേണ്ട വയ്യ, നമ്മളെ പറമ്പിലേക്കുള്ള വയ്യ. ഞാൻ ഇപ്പൊ ഇവിടെ വരികയായിരിക്കും. പക്ഷെ ഇതാണ് അമ്പലത്തിങ്ങൽ പറയുന്ന സ്ഥലം. ആരാത്? നമ്മളെ മിലു മദ്രസിൽ പോകുന്നുണ്ട് ഗായ്സ്. മിലു ഹായ്. ഇവിടെ തന്നെയാണ് എന്റെ മൂത്തമ്മനെ വീടും വരുന്നത്. അങ്ങോട്ടാണ് കേട്ടോ അമ്പലത്തിങ്ങൽ അങ്ങാടിയൊക്കെ വരുന്നത്. ഇവിടെ മദ്രസ ഉണ്ട് അവിടെ തന്നെ. മൂത്തമ്മന്റെ വീട് അവിടെ തന്നെയാണ്. ഇതാണ് ഗായ്സ് എൻ്റെ അമ്മൻ്റെ ഏട്ടത്തിൻ്റെ വീട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ സ്ഥലത്തിന്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മള് ഇത് വിൽക്കുകയാണ്. അപ്പോൾ ആരെങ്കിലും വാങ്ങാൻ ഇൻട്രസ്റ്റഡ് ഉള്ളവര് ഉണ്ടെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ കൊടുക്കുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. അപ്പം നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.